ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള ആ യാത്ര തുടങ്ങുകയാണ്. അതിലേക്കാണ്. ഷിബുവിന്റെ ഹൃദയവുമായി പോകേണ്ട എയർ ആംബുലൻസ് ആണ്. ഷിബുവിന്റെ ഹൃദയവുമായി കൊച്ചിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ പൂർത്തിയാവുകയാണ്. അവിടെ നിന്ന് ഹൃദയവുമായി പോകേണ്ട എയർ ആംബുലൻസ് ആണ്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, യാത്രയ്ക്കുള്ള വാഹനം എത്തുകയാണ്. സുജയ, എയർ ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ മുകളിൽ എയർ ആംബുലൻസ് എത്തി. അത് ഇപ്പോൾ അല്പസമയത്തിനകം ലാൻഡ് ചെയ്യും. അത് ഒരു റൗണ്ട് കറങ്ങി താഴ്ന്ന് വരികയാണ്. ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആശുപത്രി സൂപ്രണ്ടുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ശസ്ത്രക്രിയയുടെ നടപടിക്രമങ്ങൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എയർ ആംബുലൻസ് എത്തുകയാണ്. ഈ എയർ ആംബുലൻസിലാണ് ഷിബുവിന്റെ ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം കൊച്ചിയിലേക്ക് എത്തുക. അതിനുശേഷം ഉടൻ തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കും. ദുർഗ അവിടെ കാത്തിരിക്കുകയാണ്. 21-കാരിയിൽ ആ ഹൃദയം തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയ്ക്കായി ഹൃദയവുമായി പോകാനെത്തുന്ന എയർ ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ പൂർത്തിയാകുന്നു. ഷിബുവിന്റെ ഹൃദയവുമായുള്ള യാത്രയ്ക്കായി എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. നേപ്പാൾ സ്വദേശിയായ ദുർഗയ്ക്കാണ് ഷിബുവിന്റെ ഹൃദയം നൽകുക. ശസ്ത്രക്രിയയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റഹീസ് റഷീദ് ഉണ്ട് നമുക്കൊപ്പം. റഹീസ് റഷീദ്, ശസ്ത്രക്രിയ പൂർത്തിയായോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ? സുജയ, ശസ്ത്രക്രിയ കുറച്ചുകൂടി സമയം എടുക്കും എന്നാണ് ആശുപത്രി അധികൃതരോട് അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ട് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഹീസ്, സംഭാഷണം ഇടയ്ക്കിടെ മുറിഞ്ഞു പോകുന്നുണ്ട്, അതൊന്ന് പരിഹരിക്കൂ. എയർ ആംബുലൻസ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എയർ ആംബുലൻസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ എയർ ആംബുലൻസിലാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഷിബുവിന്റെ ഹൃദയം കൊണ്ടുപോവുക. അതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നേപ്പാൾ സ്വദേശി ദുർഗയ്ക്ക് ഹൃദയം മാറ്റിവെക്കും. നിയമ തടസ്സങ്ങളൊക്കെ മറികടന്നാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും സവിശേഷമായ കാര്യം. കോടതി കയറിയാണ് ദുർഗ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നേടിയെടുത്തത്. മറ്റൊരു രാജ്യത്തെ പൗരന് ഹൃദയം മാറ്റിവെക്കുന്നതിനുള്ള ചില നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മുൻഗണനാക്രമം അടക്കമുള്ള കാര്യങ്ങൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നത്. റഹീസ് റഷീദ് നമുക്കൊപ്പമുണ്ട്. റഹീസ്, ഇവിടെ നിന്ന് എപ്പോഴായിരിക്കും പുറപ്പെടുക? സുജയ, ആശുപത്രി സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 1 മണിക്കൂർ കൂടി താമസിക്കാനുള്ള ഒരു സാധ്യതയാണ്. കാരണം അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം കേസോട്ടയിലെ ഉദ്യോഗസ്ഥരും മറ്റും എത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുവരൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരോട് സംസാരിച്ചപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇനി 1 മണിക്കൂർ കൂടി താമസിക്കാനുള്ള ഒരു സാധ്യതയാണ്. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന്
കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക. ഏതാണ്ട് 35-40 മിനിറ്റ് എടുക്കും എന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കൊല്ലം ചിറക്കര സ്വദേശിയായ ഷിബുവിന് വാഹന അപകടത്തെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് അദ്ദേഹം മരിച്ച സമയത്താണ് ഹൃദയമടക്കം മാറ്റുന്നത്. ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. ഇന്ത്യയിൽ തന്നെ ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത് ആദ്യമാണ്. ആ തരത്തിൽ എറണാകുളം ജനറൽ ആശുപത്രി ഇനി അറിയപ്പെടുകയും ചെയ്യും. കരള് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വൃക്ക തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുക. മറ്റൊരു വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. അത് ഇതിന് പിന്നാലെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. നേത്ര പടലങ്ങൾ തിരുവനന്തപുരത്തെ കണ്ണാശുപത്രിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ത്വക്കും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിക്കും. ത്വക്കും ആദ്യമായാണ് ഈ തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിക്കുന്നത് എന്നാണ് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തി. അതിന് പിന്നാലെ മറ്റ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും മറ്റും അതിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന്, അതായത് ഈ ഹെലികോപ്റ്റർ കിടക്കുന്നതും ഈ കരൾ കൊണ്ടുവരുന്ന സ്ഥലവും തമ്മിൽ ഏതാണ്ട് 5 മിനിറ്റത്തെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കുറച്ചുകൂടി സമയം വൈകും എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേപ്പാൾ സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഇതുവരെ നമ്മൾ കേരളത്തിൽ കണ്ട സ്വകാര്യ ആശുപത്രികളിലടക്കം ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ മലയാളികൾക്ക് തന്നെ മാറ്റിവെക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവയവങ്ങൾ മാറ്റിവെക്കുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നേപ്പാൾ സ്വദേശിക്ക്, അതും നിയമ വഴിയിലൂടെ ആണ് ഈ ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് അവരെത്തുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് മറ്റൊരുപാട് സവിശേഷതകളില്ലേ റഹീസ്? തീർച്ചയായും സുജയ, രാജ്യത്ത് തന്നെ ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് ആദ്യമാണ്. ആ തരത്തിൽ ജനറൽ ആശുപത്രിക്ക് അഭിമാനിക്കുകയും ചെയ്യാം. നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിക്കാണ് ഷിബുവിൻ്റെ ഹൃദയം മിടിക്കുക ഇനി മുതൽ. അത് ദുർഗയ്ക്ക് ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഒരു അസുഖമായിരുന്നു. ദുർഗയുടെ മാതാപിതാക്കൾക്കും അമ്മയ്ക്കും സഹോദരിക്കും സമാന അസുഖമായിരുന്നു. അതായത് ഹൈപ്പർ ഹെറിഡിറ്ററി കാർഡിയോമയോപ്പതി എന്ന രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഈ ദുർഗ കാമിക്ക് ഇത് വെക്കാനുള്ള തീരുമാനം എടുത്തിരുന്നത്. ഇതിൽ ഷിബു നേരത്തെ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള തീരുമാനം എടുത്തിരുന്നതായാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 വൃക്കകളും ഹൃദയവും നേത്രപടലങ്ങളും ത്വക്കുമാണ് ഇപ്പോൾ മാറ്റി വെക്കുന്നത്. അതിൻ്റെ ശസ്ത്രക്രിയാ നടപടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം ത്വക്ക് ഈ തരത്തിൽ സംഭാവന ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിനു മുമ്പ് ത്വക്ക് ഈ തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആ തരത്തിലുള്ള പ്രത്യേകതകൾ ഇപ്പോൾ ഇതിന് ഉണ്ട്. സുജയ, റഹീസ്, ഷിബുവിന്റെ കുടുംബം മസ്തിഷ്ക മരണത്തെ തുടർന്ന് ഈ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക്, അവയവമാറ്റത്തിനൊക്കെ അനുമതി നൽകുകയായിരുന്നു. ഷിബുവിന്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് പ്രേക്ഷകരോട് പറയാം. സുജയ, കൊല്ലം ചിറക്കര സ്വദേശിയാണ് ഷിബു. 47 വയസ്സാണുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റാണ് ഷിബുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഷിബു വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അതിനു പിന്നാലെ തന്നെ ബന്ധുക്കളും മറ്റും അവയവങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അതിനു പിന്നാലെയാണ് ഇത് ദുർഗ കാമിക്ക് ഹൃദയം നൽകാം എന്ന തീരുമാനം എടുക്കുന്നത്. അതിനുശേഷം കരളും നൽകാം, വൃക്കയും നൽകാം, 2 വൃക്കയും നൽകാം, നേത്രപടലങ്ങളും ത്വക്കും നൽകാം എന്ന തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആശുപത്രിയിലേക്കും ഓരോ അവയവങ്ങൾ മാറ്റുന്നതിനുള്ള തീരുമാനമെടുത്തത്. ഹൃദയം അങ്ങനെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒപ്പം കരള് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് കരള് കൊണ്ടുപോവുക എന്നാണ് ആശുപത്രി ഇപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. നമുക്കൊപ്പം ഗോപാൽ ശീല സനൽ കൂടി ചേരുകയാണ്. ഗോപാൽ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഗോപാൽ, ശസ്ത്രക്രിയ പൂർത്തിയായോ?
ശസ്ത്രക്രിയയുടെ അവസാന ഘട്ടങ്ങളിലാണ് എന്ന് പറയേണ്ടതായിരിക്കുന്നു. കാരണം അല്പനേരം മുൻപ് പോലും ഇതിന്റെ ഔദ്യോഗികമായി കേസോട്ടയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ നമ്മൾ സമീപിച്ചപ്പോൾ അത് പുരോഗമിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അറിയിപ്പാണ് നമുക്ക് ലഭിച്ചത്. നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാന്തരമായി മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എയർ ആംബുലൻസ് എത്തിച്ച് എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ അവയവങ്ങൾ കൊണ്ടുപോകാം. പ്രത്യേകിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദുർഗ കാമി എന്ന 22 വയസ്സുകാരിയായ നേപ്പാൾ സ്വദേശിനിക്ക് വേണ്ടിയുള്ള ഹൃദയം എത്രയും വേഗം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്ന ദൌത്യമാണ് ബാക്കിയുള്ളത്. ചിറക്കര ഇടവട്ടം സ്വദേശിയായ 47-കാരൻ ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗ കാമിക്ക് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇതിൽ 5 അവയവങ്ങളാണ്, അതായത് ഹൃദയം, 2 വൃക്കകൾ, നേത്രപടലങ്ങൾ, കരൾ, ത്വക്ക് എന്നിവയാണ് ഇതിൽ ഷിബുവിൽ നിന്ന് ദാനം ചെയ്യപ്പെടുന്നത്. അതിൽ ദുർഗ കാമിക്ക് വേണ്ടി ഹൃദയവും, ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും, മറ്റൊരു വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലേക്കും, കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും, ത്വക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും, നേത്രപടലങ്ങൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കുമാണ് കൈമാറുന്നത്. കുടുംബം സന്നദ്ധത അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടായത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ എറണാകുളത്ത് നിന്നുള്ള ജനറൽ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഈ ഹൃദയം അടക്കമുള്ള അവയവങ്ങൾ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾ എയർ ആംബുലൻസിലൂടെ കൊച്ചിയിൽ ഹൃദയം എത്തിക്കുന്നതിനായി ഇപ്പോൾ എയർ ആംബുലൻസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഹൃദയം സുരക്ഷിതമായി അവിടെ എത്തി ദുർഗയിൽ മിടിച്ചു തുടങ്ങുന്ന നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാം.